ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ മോക്ക് വേണ്ടിയിട്ട് ഒരു 3 പീസ് സെറ്റാണ് ചെയ്ത് നോക്കുന്നത്. ബോക്സ് പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ടും ഹൈനെക്ക് കോളർ വരുന്ന ഇന്നറും കോട്ട് കോളർ വരുന്ന ജാക്കറ്റും ആണ് ഈ 3 പീസ് സെറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. ഇത് 60 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. ഈ തുണി വെച്ചിട്ടാണ് സ്കേർട്ടും അതേപോലെ ജാക്കറ്റും ചെയ്തെടുക്കുന്നത്. ഇന്നറിനായിട്ടാണ് ഈ വൈറ്റ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. പറയാറുണ്ട് ആരും ലൈക്ക് ചെയ്യുന്നില്ല, കമന്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ. നമുക്ക് ആദ്യം ജാക്കറ്റ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 15 ഇഞ്ച് നീളവും 20 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടാണ്. ഫോൾഡ് ചെയ്യാത്ത മെഷർമെന്റ് ആണ് പറയുന്നത്. ജാക്കറ്റിന്റെ ലെങ്ത് വേണ്ടുന്നത് 12 ഇഞ്ചാണ്. അതിന്റെ കൂടെ എക്സ്ട്രാ 3 ഇഞ്ച് തയ്യൽ തുമ്പാണ് വെച്ചിട്ടുള്ളത്. 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാനും ബാക്കി 2.5 ഇഞ്ച് താഴെ ഭാഗം മടക്കി അടിക്കാൻ വേണ്ടിയിട്ടും. ബാക്ക് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് എടുത്ത തുണീന്റെ വീതിയെക്കാളും 4 ഇഞ്ച് കുറച്ചിട്ട് മാത്രം വീതി എടുത്താൽ മതി. ലെങ്ത് സെയിം തന്നെ എടുക്കണം. വീതി മാത്രം നമുക്ക് 4 ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി. ഫ്രണ്ടിൽ കോട്ട് കോളർ കൊടുക്കുന്നതുകൊണ്ടാണ് 4 ഇഞ്ച് എക്സ്ട്രാ വെക്കുന്നത്. ഫോൾഡിങ്ങിൽ വരുമ്പോൾ അത് 2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് വരും. ഇനി നമുക്ക് രണ്ട് തുണിയും ഇതുപോലെ മടക്കിയതിന് ശേഷം ഫ്രണ്ട് ഭാഗം താഴെ വെക്കുക, ബാക്ക് പാർട്ട് മുകളിൽ വെക്കുക. മുകളിൽ വെക്കുമ്പം ഫോൾഡ് വരുന്ന ഭാഗമല്ല, കട്ട് വരുന്ന ആ ഭാഗങ്ങൾ ചേർത്ത് വെക്കാൻ നോക്കുക. അപ്പോൾ ഫോൾഡ് വരുന്ന ഭാഗത്ത് 2 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് കിട്ടും. അതിന് ശേഷം ഈ 2 ഇഞ്ച് എക്സ്ട്രാ വരുന്നത് നമുക്കൊന്ന് ഉള്ളോട്ടേക്ക് മടക്കി കൊടുക്കാം. എന്നതിന് ശേഷം അളവ് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മടക്കി വെച്ച ഭാഗത്തിന് അളവ് മാർക്ക് ചെയ്യാം. ഷോൾഡർ നമ്മൾ നോർമൽ മാർക്ക് ചെയ്തതിനേക്കാളും 1/4 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ആം ഹോള് നോർമൽ ആയിട്ടുള്ള മാർക്കിങ് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു ബോക്സ് ആക്കി വരച്ച് ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിട്ട് 2.5 ഇഞ്ചാണ്. കോളർ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ബാക്ക് നെക്ക് ലെങ്ത് 1/2 ഇഞ്ചും ഫ്രണ്ട് നെക്ക് ലെങ്ത് 3 ഇഞ്ചുമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ 1/4 ഇഞ്ച് ഡ്രോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. നമ്മൾ കോളർ വെക്കുമ്പോൾ എപ്പോഴും ഷോൾഡർ ഡ്രോപ്പ് ചെയ്ത് വരക്കാൻ മറക്കരുത്. ഇത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ ബാക്ക് നെക്കിലൂടെയും ഷോൾഡർ ഡ്രോപ്പ് ചെയ്ത് വരച്ചതിലൂടെ വന്ന് ആം ഹോളും കൂടി കട്ട് ചെയ്യാം. അതിനുശേഷം ബാക്ക് പാർട്ട് ഇതുപോലെ മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് നെക്ക് ലെങ്ത് ഒന്നും കൂടി മാർക്ക് ചെയ്ത് ഫ്രണ്ട് നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്തിന്റെ സെന്ററിലൂടെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ ലൈനിങ്ങിനായിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇതേ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഫ്രണ്ട് ഭാഗത്തേക്കുള്ള ഒരു സെറ്റും ബാക്ക് ഭാഗത്തിൻ്റെ ഒരു പീസും കൂടി എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങിനായിട്ടുള്ളത് അവിടെ മാറ്റി വെക്കുക. നമ്മൾ മെയിൻ ഫാബ്രിക്കായിട്ട് എടുക്കുന്നത്, അതായത് ഫ്രണ്ടിൽ വരുന്ന രീതിക്ക് വെക്കേണ്ടത്, നമുക്ക് ആദ്യം ഇതുപോലെ ഷോൾഡർ ആം ഹോൾ വെട്ടിയതിലൂടെ കറക്റ്റാക്കി വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. സെൻറ്ററിൽ എന്തായാലും കുറച്ച് അധികം ഉണ്ടാവും, നമുക്ക് മടക്കി തയ്ക്കേണ്ടതാണ്. ഇനി നമുക്ക് കോളർ വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ വിട്ടത് ആദ്യം ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ആ പോയിന്റിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ബാക്കി വരുന്ന നെക്ക് റൗണ്ട് നമുക്ക് വലിച്ചൊന്നും പിടിക്കാതെ കറക്റ്റാക്കി ഒന്നും ചെയ്തെടുക്കാം. എനിക്കിവിടെ നെക്ക് റൗണ്ട് 12 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതൊന്നും കൂടി ഉറപ്പ് വരുത്താനായിട്ട് ഞാൻ ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ടിട്ടും കൂടി അളന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ കോളർ വെക്കാനായിട്ട് 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്, വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ച്. ഇനി നമുക്കിതൊന്ന് സെൻറ്ററിലൂടെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ നെക്ക് റൗണ്ട് ഫുള്ള് 12 ഇഞ്ചാണ് കിട്ടിയത്. അതിൻ്റെ ഹാഫ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഈ കോർണറിലേക്ക് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ നമ്മൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ വെച്ചിട്ട് 1/2 ഇഞ്ച് കയറ്റിയിട്ട് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റ് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്കും കൂടി ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ഇതിൻ്റെ 3 സൈഡിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഞാനിത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തതുപോലെ നമുക്ക് ഈ കോർണറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് മറിച്ചിട്ടെടുക്കാം. മറിച്ചിട്ടെടുക്കുമ്പം കോർണേഴ്സിൻ്റെ പോയിൻ്റൊക്കെ ഷാർപ്പായിട്ട് തന്നെ മറിച്ചിട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ എന്താ ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം 4 ഭാഗത്തുമായിട്ട് സ്റ്റിച്ചും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് വെച്ച ആ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ 3/4 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ടില്ലേ, ആ ഒരു ഭാഗം തൊട്ടിട്ട് നമുക്ക് ഈ കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ആദ്യം സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങുമ്പോഴേ നമ്മുടെ കോളറിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒരു പോയിന്റിൽ തന്നെ, അതായത് നമുക്ക് സെൻറ്ററിൽ തന്നെ കിട്ടാനായിട്ട് സഹായിക്കത്തുള്ളൂ. ആദ്യം ഇതുപോലെ ഒന്ന് പിന്നൊക്കെ കുത്തി സെക്യൂർ ചെയ്തെടുക്കുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനും നമുക്ക് എളുപ്പമായിരിക്കും. ഇനി നമുക്കിതൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് അടിച്ചെടുക്കാം. നമ്മളിതാ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ഇതിലിപ്പം നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു തയ്യൽ തുമ്പ് കാണുന്നുണ്ടാവും. അപ്പം നമ്മൾ നേരത്തെ ലൈനിങ്ങിന് കട്ട് ചെയ്ത് വെച്ച ആ പീസില്ലേ, അത് നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു പീസിന് ജോയിൻ ചെയ്തെടുത്തതുപോലെ തന്നെ ഷോൾഡർ കറക്റ്റായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ട് ഇത് നമുക്ക് ഈ കോളർ വെച്ച ആ ഒരു ഭാഗത്തിന് ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കാണാതെ തന്നെ കോളർ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ എന്താ ഇത് കോളർ അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു സെൻട്രൽ ഗ്യാപ്പ് വിട്ടിട്ടില്ലേ, ആ ഒരു ഗ്യാപ്പിലും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ടൊക്കെ കൊടുത്തിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ മൊത്തത്തിലായിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ചും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഞാനിപ്പം സ്ലീവ് വെച്ച് കൊടുക്കുന്നില്ല. അപ്പം സ്ലീവ് വെക്കാത്തത് കൊണ്ട് ആം ഹോള് ഫിനിഷ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ലൈനിങ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ആദ്യം നമുക്കിതാ ഇതുപോലെ ലൈനിങ് ഒരു സൈഡിലേക്കും മെയിൻ ഫാബ്രിക് മറ്റേ സൈഡിലേക്കും വരുന്ന രീതിക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആം ഹോൾ രണ്ടും കൂടി ഷോൾഡർ ടു ഷോൾഡർ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇതുപോലെ നല്ല വശം ചേർത്ത് പിടിച്ചിട്ട് ആം ഹോളിട്ടേക്കൂടെ ഒന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും വിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കർവേറുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ആ ഫ്രണ്ടിലത്തെ ഭാഗം ഒന്ന് പിടിച്ച് കറക്റ്റായിട്ട് വലിച്ചു കൊടുത്താൽ നേരെ നമ്മുടെ കോട്ട് ഇതുപോലെ തിരിഞ്ഞു വരുന്നതായിരിക്കും. ആദ്യം ചെയ്യുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമെങ്കിലും ഇത് നല്ലൊരു എളുപ്പത്തിൽ തന്നെ നമുക്ക് ആം ഹോള് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ക്രോസ് പീസ് വെച്ച് ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് എളുപ്പമായിട്ട് ഇത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ പോയിൻ്റൊക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ട് ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ആം ഹോളും നീറ്റായിട്ട് നമുക്ക് ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ ജാക്കറ്റിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് സൈഡ് നമ്മുടെ ചെസ്റ്റ് റൗണ്ടിനനുസരിച്ച് സൈഡും കൂടി ജോയിൻ ചെയ്ത് താഴെ ഭാഗം ഒന്ന് മടക്കി അടിച്ചാൽ ജാക്കറ്റ് റെഡിയായി. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൽ ഫ്രണ്ട് ഭാഗത്ത് ബോക്സ് പ്ലീറ്റും വിത്ത് ബാൻഡാണ് വരുന്നത്, ബാക്ക് ഭാഗത്ത് എലാസ്റ്റിക്കുമാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗത്ത് വെക്കുന്ന ബാൻഡ് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. 2 തുണീൻ്റെ വിത്ത് എടുത്തിരിക്കുന്നത് 26 ഇഞ്ചാണ്. ഫ്രണ്ട് ഭാഗത്തിൻ്റെ ലെങ്ത്ത് 19 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 2 ഇഞ്ച് ബാൻഡ് എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് ബാക്ക് ഭാഗത്തിൻ്റെത് 21 ഇഞ്ച് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം എടുത്തിട്ട് ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് 1 ഇഞ്ച് ഗ്യാപ്പിൽ കുറേ പോയിൻറ്റ്സ് അടയാളപ്പെടുത്തിയെടുക്കാം. ഇനി ഇതിന് ബോക്സ് പ്ലേറ്റ് ആക്കാനായിട്ട് ആദ്യത്തെ നിന്ന് രണ്ടാമത്തെ പോയിൻ്റ് എടുത്തിട്ട് നേരെ ഇതുപോലെ മടക്കി നേരെ മുട്ടുന്ന പോയിന്റിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ പറയുമ്പോൾ ക്ലിയർ ആവുന്നില്ലെങ്കിൽ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. നമുക്കിത് ഇതുപോലെ
ഒരു കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു വിഡ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ബോക്സ് പ്ലീറ്റ് ആക്കിയിട്ട് കൊടുത്തിട്ട് പിൻ ചെയ്ത് ഒന്ന് അയൺ ചെയ്തും കൂടി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബോക്സ് പ്ലീറ്റ് അയൺ ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹിപ്പ് റൗണ്ട് വന്നിട്ടുള്ളത് 21 ഇഞ്ചാണ്. നമുക്ക് ഹിപ്പ് റൗണ്ടിൻ്റെ പകുതി നമുക്ക് ഈ ഒരു പ്ലീറ്റ് ഇട്ടത് എത്തുന്നുണ്ടോ നോക്കിയതിന് ശേഷം 2 ഇഞ്ച് വീതിയിലുള്ള ബാൻഡും കൂടി ഇതിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബാക്കിൽ എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് ബാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ഭാഗം എടുത്തിട്ട് ആദ്യം മുകളിൽ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഞാൻ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എലാസ്റ്റിക് എടുത്തിരിക്കുന്നത് 8 ഇഞ്ച് നീളത്തിലുള്ള എലാസ്റ്റിക്കാണ്. അത് നമുക്ക് ഇതിലേക്ക് നോർമലായിട്ട് എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗവും ബാക്കിലെ എലാസ്റ്റിക് വെച്ച ഭാഗം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് സൈഡ് ജോയിൻ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് താഴെ ഭാഗം ഇതുപോലെ 1 ഇഞ്ച് ആദ്യം മടക്കി പിന്നീട് 1 ഇഞ്ചും കൂടി അകത്തേക്ക് മടക്കിയിട്ട് താഴെ ഭാഗവും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊക്കെ ഇവിടെ ഒരു ബട്ടണൊക്കെ വെച്ച് കൊടുക്കാനുണ്ട്. അതൊക്കെ ലാസ്റ്റേ ഞാൻ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഇന്നറും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ ജാക്കറ്റ് എടുത്ത ആ സെയിം അളവ് തന്നെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ജാക്കറ്റിന് ഫ്രണ്ടിലാണ് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് തുണി എടുത്തതെങ്കിൽ ഇന്നറിന് ബാക്കിൽ കൊടുക്കാനായിട്ടാണ് ആ 2 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഏകദേശം ജാക്കറ്റ് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെയാണ് ഇന്നറും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് നെക്കിൽ റൗണ്ട് കോളറൊക്കെ കൊടുത്തിട്ടാണ് ഉള്ളത്. ബാക്കി മെഷർമെൻറ്റ്സൊക്കെ നമ്മൾ ജാക്കറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എടുത്തത് തന്നെയാണ്. അതിൽ വ്യത്യസ്തമായിട്ട് ഇതിൽ ഞാനിപ്പോൾ ഒരു 3/4 വരുന്ന സ്ലീവ് വെച്ച് കൊടുക്കുന്നുണ്ട്. റൗണ്ട് കോളറാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ കുടുക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാന്നേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് ഓടിച്ചിട്ട് ഇന്നർ സ്റ്റിച്ച് ചെയ്യുന്നതും കൂടി കണ്ടതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്കും കൂടി കാണിച്ചു തരാം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. നിങ്ങൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് മറക്കാതെ ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.